ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ബംഗ്ലാദേശ് അതിർത്തിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഈ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ BJP, നമ്മൾ 26 അതിർത്തി ജില്ലകളിൽ സൈന്യത്തിനെ ഇറക്കിയ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബംഗ്ലാദേശിലെ BJP വലിയ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. സംഭവം ഇവർ ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങുന്നില്ല, മറിച്ച് ഇവർ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവരുടെ സിവിലിയൻസിനെ ഇറക്കി നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ കല്ലെറിയിപ്പിക്കുക, കമ്പും കുറുവടിയായിട്ട് വന്ന് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ നേരിടുക. പോരാത്ത കഴിഞ്ഞാൽ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വന്ന് നുഴഞ്ഞു കയറ്റക്കാരെ അപ്പുറത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ അതിനെ തടയുക, ആ നുഴഞ്ഞു കയറ്റക്കാരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വിടുക. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ, നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ ബംഗ്ലാദേശി അപ്പുറത്തുള്ള BJP അവരുടെ സിവിലിയൻസിനെ ഇറക്കി തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വലിയ രീതിയിലുള്ള സംഘർഷത്തിന് അവിടെ കാരണമായി. ഇത് എല്ലാ സ്ഥലത്തും തുടർച്ചയായി അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ BSF ഒന്നും ചെയ്യുന്നില്ല. BSF അവർ കല്ലെറിഞ്ഞാൽ ആ കല്ലെറിയും കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ മനസ്സിലാക്കുന്ന, BSF ഒരു വെടിയെങ്ങാനും അവിടെ വെച്ച് ഒരു ബംഗ്ലാദേശി എങ്ങാനും ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ അത് വലിയ യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യമാവും. പിന്നെ ഇത് നമ്മൾ എടുത്തുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊണ്ടുപോകാൻ ബംഗ്ലാദേശിന് സാധിക്കും. അതൊക്കെ ആയിരിക്കണം അവരുടെ ലക്ഷ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അമിത്ഷാ ഒരു ഉന്നതതല യോഗം വിളിച്ചതായിട്ടുള്ള ഒരു വാർത്തയും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ 700ഓളം ഈ ബോർഡർ ജില്ലകൾ, അതായത് മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബോർഡർ ജില്ലകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് വേണം എന്നാണ് അമിത്ഷാ ആ ഉന്നതതല യോഗത്തിൽ ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ചു. ആ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ, അപ്പൊ നിങ്ങൾ എത്രയും വേഗം അങ്ങോട്ടേക്ക് ചെല്ലണം, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് 2 ദിവസത്തിനകം എന്റെ മേശയുടെ മുമ്പിലേക്ക് എത്തണമെന്ന് അമിത്ഷാ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം എന്തായിരിക്കും അതിന്റെ നടപടികൾ വേണ്ടത്, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എന്താണ് അവിടെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം തീരുമാനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കാണുന്നത്. അപ്പോ ഈ ബംഗ്ലാദേശ് അതിർത്തി ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അവിടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും? അതിനിടയിൽ സുവേന്ദു അധികാരി കഴിഞ്ഞ ദിവസം വലിയൊരു പ്രഖ്യാപനം നടത്തി 5000ഓളം ആൾക്കാരെ തിരിച്ചയച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 5000ഓളം അല്ല, അതിൽ കൂടുതൽ ആൾക്കാരാണ് ഉള്ളത് എന്നുള്ളതാണ് വേറൊരു കാര്യം. നമ്മുടെ കേരളത്തിൽ പോലും വലിയ രീതിയിൽ ഇവിടെ കൊല്ലത്തൊക്കെ ഹോട്ടൽ നടത്തുന്ന ബംഗ്ലാദേശികളെ പിടിച്ചു. അവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, ഹോട്ടൽ ലൈസൻസ് ഉണ്ട്, അവർക്ക് ഹോട്ടൽ ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നതിന് നമ്മുടെ ഭീതിപ്പെടുത്തുന്നതാണ്. അപ്പൊ അങ്ങനത്തെ വാർത്തകളൊക്കെ പുറത്തു വരുന്നു. അപ്പൊ ഈ ആൾക്കാരെ ഇനിയും നമുക്ക് തിരിച്ചയക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നമ്മൾ ഇതിനെ നേരിടും? എന്താണ് നമ്മുടെ ഒരു പ്ലാൻ? കേന്ദ്രം എന്തെങ്കിലും പദ്ധതി ഇതിൽ ആവിഷ്കരിക്കാൻ സാധ്യതയുണ്ടോ? കുറച്ചാൾക്ക് മുമ്പ്, 2 വർഷം മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങള് ഒരു വാർത്ത നൽകിയിരുന്നു. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തർപ്രദേശ് ഈ വലിയ രീതിയിൽ ഈ അതിർത്തി ജില്ലകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജില്ലകൾ പറയുമ്പോഴും അതിർത്തി പറയുമ്പോഴും ഒക്കെ നമ്മുടെ കേരളവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. ഇവിടെ ഈ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടമാണ് നമ്മുടെ സംസ്ഥാനം. ഇത് ഒരു നിരപ്പായ പ്രദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ബാക്കിയുള്ള നോർത്തിലൊക്കെ അങ്ങനെയല്ല. വലിയൊരു മലഞ്ചെരുവോ ഇല്ലെങ്കിൽ വലിയ ഒരു തുറസായ സ്ഥലങ്ങളോ ഒക്കെ ആയിരിക്കും. അവിടെ ഒന്നും വലിയ ആൾപ്പാർപ്പൊന്നും ഉള്ള സ്ഥലങ്ങളല്ല. അവിടുത്തെ UP-ലൊക്കെ നമ്മൾ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ വളരെ ദൂരെ ആയിരിക്കും അടുത്ത വീടും ഒക്കെ കാണുന്നത്. അതുപോലത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ വലിയ രീതിയിൽ തന്നെ പള്ളികൾ, മസ്ജിദുകൾ ഉയരുന്നു. സമാനമായി തന്നെ ഉത്തരാഖണ്ഡിലുണ്ട്, ജാർഖണ്ഡിൽ ഇതേ സമാന സംഭവമുണ്ട്. അപ്പോൾ ഇതിന്റെ അന്വേഷണം ആരംഭിച്ചിട്ട് യോഗി പിന്നെ എല്ലാവരെയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത്. മുസ്ലിം സംഘടനകളെയും അതിന്റെ നേതാക്കന്മാരെയും മുല്ലാക്കന്മാരെയും ഈ ഉസ്താദുമാരെയൊക്കെ വിളിച്ചു കൂട്ടി, എല്ലാ മതവിഭാഗത്തിനെയും വിളിച്ചു കൂട്ടിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് ഇതാണ് പരിപാടി, എന്താണ് ഇനി അടുത്ത പരിപാടി. അപ്പൊ അവരെ കൊണ്ട് തന്നെ പറയുക. ഇത് തന്നെയാണ് ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മയും ചെയ്യുന്നത്. അങ്ങനെ ഈ UP-ലുള്ള പള്ളി കമ്മിറ്റികളുടെ തലവന്മാർ, ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, പള്ളികളുടെ ഒരു ഇതുണ്ട്, ഒരു സംഘടനയുണ്ട്. അവരെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ പള്ളികൾ ഈ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന, അതും ആഡംബരപൂർണമായ പള്ളികൾ. അപ്പൊ ഇവര് പറഞ്ഞൊരു മറുപടി, ഞങ്ങളൊക്കെ ഒരു പള്ളി വെക്കാനും ഈ മദ്രസ നടത്തിക്കൊണ്ടു പോകാനും യത്തീംഖാന നടത്തിക്കൊണ്ടു പോകാനും പെടാപ്പാട് വിടുകയാണ്. വലിയ സാമ്പത്തിക ചെലവാണ് ഇതിന്, ഞങ്ങൾക്ക് പണം കിട്ടുന്നില്ല, ഇത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല, ഞങ്ങളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല, നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ആക്ഷൻ എടുക്കാന്ന് പറഞ്ഞു.
അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും അന്വേഷണം തുടങ്ങുമ്പോൾ 10 വർഷത്തിനിടയ്ക്കാണ് ഈ പള്ളികൾ മുഴുവൻ വരുന്നു, അവിടെ ചെറിയ ഗ്രാമങ്ങൾ രൂപപ്പെടുന്നു. കാരണം ഈ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിന്റെ ബോർഡറിലേക്ക് മുസ്ലിംസ് ധാരാളമായി എത്തുന്നു. നേപ്പാളിന്റെ ബോർഡറിൽ ഇപ്പോൾ ഈ ക്രിസ്ത്യൻ മിഷണറിമാരും ഈ ഇസ്ലാമിസ്റ്റ് സംഘടനകളും ഒക്കെ മതപരിവർത്തനം വലിയ രീതിയിൽ നടത്തുന്നു. അതിന്റെ ലഹളകളും കലാപങ്ങളും ഒക്കെ നേപ്പാളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോ അങ്ങോട്ടേക്ക് ഇവിടെ വരുന്നു, ഇവിടെ പ്രശ്നം ഉണ്ടാകുകയാണ്, ഇവിടുന്ന് ചാടി നേപ്പാളിലേക്ക് പോവുക. ഇതിന്റെ ലിങ്ക് പിടിച്ച് അന്വേഷണം ആരംഭിച്ചപ്പോൾ 10 വർഷത്തിലേക്ക്, അപ്പം ഒരു കുട്ടി ജനിച്ച് വീണ് 18 വയസ്സിൽ 20 വയസ്സായ പണിക്കൊക്കെ പോകണമെങ്കിൽ തന്നെ 10-20 കൊല്ലം വേണം. ഇത് 10 കൊല്ലത്തേക്കും എല്ലാം പ്രായപൂർത്തിയായ 10, 40, 50 വയസ്സുള്ളവരാണ് അവിടെ മുഴുവൻ. അതെങ്ങനെ വന്നു അന്വേഷിച്ചപ്പോൾ ഇവർ പലരും വന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വലിയ ആൾപ്പാർപ്പും കാര്യങ്ങളും ഇല്ലാത്ത സ്ഥലം, ഇത് തന്നെ ആസാമിലും ഉണ്ട്. ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ അത് ക്ലിയർ ചെയ്തു. ഒപ്പം അന്നാണ് മറ്റേ SDPക്കാരൊക്കെ സമരം ചെയ്ത് 4 പേര് കൊല്ലപ്പെട്ടിരുന്നു, ഹിമന്ത ബിശ്വ ശർമ്മ വെടിവെച്ച് കൊന്നു കളഞ്ഞവരെ. അപ്പം അതിനുശേഷമാണ് UP-യിൽ നടക്കുന്നത്. UP-യിലെ ലിങ്ക് പിടിച്ച് വന്നപ്പോഴത് പറ്റി ഉത്തരാഖണ്ഡിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് സമീപം പോലും, ദേവഭൂമിയാണ്, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സമീപം പോലും ഇത്തരത്തിലുള്ള വീടുകള്, പള്ളികള്, മസറുകള്, അതുപോലെ കബറിടങ്ങള് ഇങ്ങോട്ട് പെട്ടെന്നാണ് വരുന്നത്. ഒരു കബറിടമൊക്കെ ഉണ്ടാകുക നിമിഷ നേരം കൊണ്ട് കബറിടം ഉണ്ടാകും, മസർ ഉണ്ടാകും. സാധാരണ രീതിയിൽ ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ മുസ്ലിങ്ങൾക്ക് ധാരാളം മസറുകളുണ്ട്, കബറിടങ്ങൾ എന്ന് നമ്മൾ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. അതായത് പണ്ട് കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ദൈവിക തുല്യമായ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോഴാണ് ഈ കബറിടം ഉണ്ടാകുന്നത്, അവിടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ 2-3 ദിവസം കൊണ്ടോ ഇല്ല 5 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ പെട്ടെന്ന് കബറിടങ്ങൾ ഉണ്ടാകുകയാണ്. ഈ 5 വർഷത്തിലൂടെയൊക്കെ അവിടെ അങ്ങനെ ഒരു ദിവ്യാത്മാവ് ജീവിച്ചിരുന്നിട്ട് ആർക്കും അറിയത്തുമില്ല, പെട്ടെന്ന് വരുന്നു. അങ്ങനെയാണ് പുഷ്കർ സിംഗ് ധാമി അവിടെ ഇടിച്ചു നിർത്താൻ തുടങ്ങി. അവിടെ ഒരു കലാപം ഉണ്ടായി. ഒരു വനിതാ പോലീസുകാർ ഉൾപ്പെടെ 8-9 പേര് ആ കലാപത്തിൽ കൊല്ലപ്പെട്ടു. ഒരു മസറ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട കലാപം. പിന്നെ അന്വേഷണം പോയി കഴിഞ്ഞപ്പോ എന്താണ്, ലിങ്ക് വേണമല്ലോ, ഇതെല്ലാം ഈ ബോർഡർ സംസ്ഥാനങ്ങളാണ്. അവിടുന്ന് ലിങ്ക് പിന്നെ പോയത് ജാർഖണ്ഡിലേക്കാണ്. ഹേമന്ത് സോറൻ ഭരിക്കുന്ന ജാർഖണ്ഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ABP ഒക്കെ വലിയ പ്രക്ഷോഭം നടത്തുന്നു. കാരണം അവിടുത്തെ ഹോസ്റ്റൽ പോലും ഈ ബംഗ്ലാദേശികൾക്കാണ് കൊടുത്തിരിക്കുന്നത്. ഹോസ്റ്റൽ അവിടെ തദ്ദേശീയരായ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ റൂമില്ല, ഇവർക്കാണ്. അങ്ങനെ വലിയ ഇഷ്യൂസ് ആണ്. അവിടെ സംഭവം ഇതിനേക്കാൾ വിചിത്രമാണ്. അവിടെ ഇതിനൊക്കെ വീടും പള്ളിയും ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. അവിടെ ചെയ്യുന്ന പണി ഈ ഗോത്രവർഗ മേഖലയിൽ കടന്നു കയറി അവിടുത്തെ പെൺകുട്ടികളെ വിവാഹം കഴിക്കുക, അവരുടെ സ്വത്ത് സ്വന്തമാക്കുക, മതം മാറ്റുക. സ്വത്ത് അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തും പണിയാമല്ലോ. ഇപ്പൊ നമ്മൾ അവിടെ വീതം കിട്ടിയല്ലേ, അപ്പൊ പിന്നെ അവിടെ ചെയ്യാൻ പറ്റും. തപ്പി ചെല്ലുമ്പോൾ എന്താ, ഈ കല്യാണം കഴിക്കുന്നവർ കൂടുതലും പേരും റോഹിംഗ്യകളും ബംഗ്ലാദേശികളുമാണ്. ഇവിടെ വന്ന് ഇതേ രീതിയിലാണ്. അവസാനം ഗോത്രവർഗക്കാർ തന്നെ കളത്തിലിറങ്ങി അവന്മാരെ പ്രശ്നവും സമരവും കാര്യങ്ങളും ഒക്കെ നടത്താൻ തുടങ്ങി. ഇങ്ങനെയായി ഛത്തീസ്ഗഡിലേക്ക് പലായനം ചെയ്തു. അവിടെയും ഈ പരിപാടിയാണ് നടക്കുന്നത്. ഈ മതപരിവർത്തനം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, അത് ക്രിസ്ത്യാനികളുമുണ്ട്, ഈ പറയുന്ന മുസ്ലിംസും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കൈയേറ്റത്തിലേക്ക് വന്നു. ഇനി ത്രിപുരയിൽ ഉണ്ടായിരുന്നു, അവിടെ പിന്നെ ജനം തല്ലി ഓടിച്ചതുകൊണ്ട് അവിടെ വലുതായിട്ടൊന്നും വലിയ പണി നടന്നില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലെ തുറസായി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുള്ളതല്ല. ഇപ്പോൾ ജനങ്ങൾ കുറച്ച് ചെറിയ സംസ്ഥാനമല്ല, അപ്പൊ അലർട്ടായിരിക്കും അവിടെ. അവിടുന്ന് ബംഗാൾ വെസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ അവരുടെ സ്വർഗമായിരുന്നു, അവർക്കൊരു പ്രത്യേക രാജ്യമായിരുന്നു. അവരെ ഈ ലോകത്ത് ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണാധികാരിയുടെ അത് മമതയായിരുന്നു, അവരുടെ സ്വന്തം സ്വർഗമായിരുന്നു. അവിടെയും ഇത് തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ അതിർത്തി ജില്ലകളിൽ, അതാണ് ആ അമിത്ഷാ ഉപയോഗിച്ച വാക്ക് കൃത്യമാണ്. അതിർത്തി ജനസംഖ്യകളിൽ ജനസംഖ്യയുടെ തന്നെ ഭൂപടം മാറ്റിവരയ്ക്കുന്ന പ്രത്യേക തരത്തിൽ ജനം കൂടുകയാണ്. എങ്ങനെയാണ് ഈ ബോർഡറിൽ കൂടുന്നത്? അതൊരു ചിന്തിക്കേണ്ട വിഷയം തന്നെയല്ലേ. അത് അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് അസാമിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. UP എങ്ങനെയാണ് അവരെ ക്ലിയർ ചെയ്ത് ഓടിച്ചതെന്നുള്ള കൃത്യമായ ഒരു പാഠം തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നിമിഷ നേരം കൊണ്ട് ഉത്തരാഖണ്ഡിൽ എങ്ങനെയാണ് അവരെ ഒഴിവാക്കിയത് കണ്ടിട്ടുണ്ട്. പക്ഷെ ജാർഖണ്ഡിൽ ഇപ്പോഴും അവർ നിലനിൽക്കുന്നുണ്ട്. കാരണം അവിടെ ഭരിക്കുന്നത് ഇന്ത്യ മുന്നണിയാണ്, അവർക്ക് ഈ വോട്ടുകൂടെ വലിയ പ്രാധാന്യമാണ്. പക്ഷെ ഇപ്പോഴും ഇനി അവർ ഒഴിവാക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ജാർഖണ്ഡിന് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ബംഗാളിൽ നിന്നായിരുന്നു. ബംഗാൾ പോയല്ലോ, ഇനി നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ ആ ഒരു സപ്പോർട്ടൊക്കെ അവർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് തന്നെയല്ല, ഇപ്പൊ ഹേമന്ത് സോറൻ എങ്ങനെയാണ് മുമ്പോട്ട് പോകണോ അതോ നിർത്തണോ എന്നറിയാമല്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന കുറെ കാര്യങ്ങൾ ഇനി വെസ്റ്റ് ബംഗാളിൽ വന്നിട്ടുള്ള ഈ അഭയാർത്ഥികൾ കുറെ എണ്ണം നേരത്തെ മുതൽ തന്നെ ഒഡീഷയിൽ വന്നു കയറിയിട്ടുണ്ട്. ഒഡീഷ ഒരു ബോർഡറാണ്. അപ്പം ഒഡീഷയും ബോർഡർ എന്ന് പറയുമ്പോൾ നേർക്കുനേർ ബംഗ്ലാദേശുമായിട്ടല്ല, ബംഗാൾ ഉൾക്കടലിന്റെ ഒരു തീരത്താണ് നിൽക്കുന്നത്. അപ്പം ബംഗാളിൽ നിന്ന് വെസ്റ്റ് ബംഗാളിൽ നേരെ ഒഡീഷയിലും വന്നിട്ട് ഇത് ഒരുപാട് പേരുണ്ട്. ഒഡീഷയിൽ പണി തുടങ്ങിയിട്ടില്ല ഇതുവരെ, ഇങ്ങനെ വന്നിട്ടുണ്ട്. അവിടെ നിന്നുള്ള ബാക്കിയുള്ളവരാണ് നമ്മുടെ കേരളത്തിൽ അടക്കം വന്നിരിക്കുന്നത്. നമ്മുടെ കൊട്ടാരക്കര, കൊല്ലത്ത് ഹോട്ടൽ ഉൾപ്പെടെ നടത്താൻ നമ്മുടെ സർക്കാർ തന്നെ ലൈസൻസ് കൊടുക്കുന്നു. ഇവിടെ പിന്നെ ഈ കോൺട്രാക്ടർമാരുണ്ടല്ലോ, ഈ വീട് കൊടുക്കുന്ന കോൺട്രാക്ടർമാരുണ്ട്. അതായത് മലയാളികളായിരുന്നു ഈ കോൺട്രാക്ടർമാരുണ്ട്. ഇപ്പൊ ബംഗാളികൾ കോൺട്രാക്ടർമാരായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ആരെയും കാണുന്നില്ല, എല്ലാം പോയെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പൊ വീണ്ടും ഒരു വലിയ രീതിയിൽ ബംഗ്ലാദേശികളോട് വരുന്നുണ്ട്. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടുത്തെ ഭരണകൂടം കണ്ണടച്ചു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് കയറിയില്ലായിരുന്നെങ്കിൽ ഈ UPയുടെ ബോർഡർ കംപ്ലീറ്റ്
ബംഗ്ലാദേശിന്റെ കയ്യിലേക്ക് വന്നതാണ്. കാരണം ഇവരെ ആർക്ക് വേണം യൂസ് ചെയ്യാമല്ലോ. ബംഗ്ലാദേശിന് യൂസ് ചെയ്തില്ലെങ്കിൽ പാകിസ്ഥാൻ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇവരെന്തിനും തയ്യാറാണ്. കാരണം ഇവർക്ക് ഈ ഇന്ത്യയോട് കൂടുതലല്ലോ. ഇന്ത്യ അവർക്ക് കാഫർ രാജ്യമാണ്. ഇന്ത്യ നശിപ്പിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ലക്ഷ്യം. യൂസ് ചെയ്യാൻ പറ്റും. നാളെ അമേരിക്കൻ ഫണ്ടോട് പ്രവർത്തിക്കുന്ന NGOകൾക്കും വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഭീകര മുഖം. അപ്പൊ അവിടെ നിന്ന് അവരെ പതുക്കെ ഒഴിവാക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ച് പഠിക്കാനാണ് ഇപ്പോൾ അമിത്ഷാ ആ പാനലിനോട് പറഞ്ഞ് പഠിച്ച് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകുക എന്നുള്ളത്. ഇവരെങ്ങനെ എത്തി, ഇവരെങ്ങനെയാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഒരു കൂട്ടം നമുക്കറിയാം, ഈ നമ്മുടെ കേരളത്തിൽ ഞാൻ പറഞ്ഞുതരാം, പെരുമ്പാവൂർ എന്നുള്ള സ്ഥലമുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണല്ലോ. അവിടെ ആദ്യം കുറച്ച് പണിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ബയ്യാമാര് വന്നത്. പിന്നീട് അവിടെ ഒരു സാമ്രാജ്യമായി പെരുമ്പാവൂരുമാരി മാറി. അവിടുത്തെ ലോക്കൽ ജനത്തിന് ഞായറാഴ്ചകളിൽ പോലും പുറത്തിറങ്ങാൻ കഴിയില്ല. എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് പെരുമ്പാവൂർ. അപ്പൊ അവർ പറയുന്നതാണ്, നമുക്ക് സൺഡേയിലൊന്നും പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട് ഒട്ടും പോകാൻ കഴിയില്ല. കാരണം ഇവന്മാരുടെ അഴിഞ്ഞാട്ടമാണ് ഈ പെരുമ്പാവൂർ ചന്തയിലും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെ വിശ്വസിച്ച് പോകാൻ പറ്റും? അപ്പൊ അവരുടെ ഒരു സാമ്രാജ്യമേ പോലീസിന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളായി മാറി. അവരെവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ അവരുടെ കടകൾ വരും, അവരുടെ ഡ്രഗ്സ് മറ്റു ഐറ്റംസുകളൊക്കെ വരും, അനാശാസ്യം വരും, ഇതെല്ലാം വരും. പോലീസിന് പോലും കടന്നു ചെല്ലാൻ പറ്റും. കാരണം ഈ പോലീസിന് കടന്നു ചെല്ലാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് ധൈര്യക്കുറവിന്റെ പ്രശ്നം കൊണ്ടല്ല. അവിടെ ഈ ഭരണകൂടം ഇവരെ വിലക്കുന്നത് കൊണ്ടാണ്. അയ്യോ അവിടെ ചെല്ലരുത്. കാരണം ഇവരിവിടെ ഈ കേരളത്തിലും മറ്റുള്ളതൊക്കെ വരുമ്പോൾ ഇവരെ സഹായിക്കാൻ മതസംഘടനകൾ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ പെരുമ്പാവൂർ ജില്ലയിൽ പള്ളികളുണ്ട് ഈ ഭായിമാർക്ക് വേണ്ടിയിട്ടുള്ള. മുസ്ലിം പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, AITC ഉണ്ട്, CAT ഉണ്ട്, INTUC ഉണ്ട്, യൂണിയനും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൊടുത്ത് ഇങ്ങനെ ഇത്ര സൗകര്യം കേരളത്തിൽ കിട്ടുമ്പോൾ വെസ്റ്റ് ബംഗാളിനെ പോലെ, ഉത്തരാഖണ്ഡിനെ പോലെ, UP പോലൊക്കെ കുത്തഴിഞ്ഞ് കിടന്നിരുന്ന ഒരു സംസ്ഥാനത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാകും. ചുമ്മാതാണ് നെഹ്റു ഈ സ്ഥലങ്ങൾ മുഴുവൻ എഴുതി ചൈനയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അതിശയോക്തി ഒന്നുമില്ല. ആ പുള്ളിയുടെ പിൻതലമുറക്കാരല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്. UP ഒക്കെ എത്രയോ നാൾ കോൺഗ്രസ് ഭരിച്ചതാ, സമാജ്വാദി പാർട്ടിയല്ലേ പിന്നെ ഭരിച്ചിരുന്നതൊക്കെ. അപ്പൊ ഇതാണ് ഈ നടക്കുന്നത്. ഇപ്പൊ അതിനകത്തൊക്കെ മുഴുവൻ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനാണ് ഇപ്പൊ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഈ ക്ലാരിറ്റി വന്നു കഴിയുമ്പോൾ സത്യത്തിൽ ഈ പറയുന്ന ഭായിമാരുടെ ഷെയറുള്ള ഹോട്ടൽസ് പോലും കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഷെയർ ഹോൾഡർമാരായിട്ടുള്ള ഹോട്ടൽസ് ഉണ്ട്. അവർ പണിക്കാരനായിരിക്കും, മുഖ്യ പണിക്കാരനായിരിക്കും, ഷെയർ ഹോൾഡർമാരായിട്ടുള്ള ഇതുണ്ട്, ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇതെല്ലാം പതുക്കെ പിടുത്തം വീഴുകയാണ്. അത് മാത്രമല്ല ഒരു നിയമം കൂടി വരുന്നുണ്ട്. ആ നിയമം നേരത്തെ ഉണ്ടാകുന്ന കർക്കശമാക്കുകയാണത്. അതായത് ഇങ്ങനെ അനധികൃതമായി കുടിയേറുന്നവരെ കൊണ്ടുപോകുന്ന വണ്ടി പോലും CC പിടിക്കും. വണ്ടി അതുപോലും കിട്ടില്ല. ആ വണ്ടി ഉൾപ്പെടെ പിടിക്കും, വണ്ടിയുടെ ഓണറായി പിടിക്കും. വാടകയ്ക്ക് വീട് കൊടുത്തു കഴിഞ്ഞാൽ ആ വീടിന്റെ ഓണറായിരിക്കും പോകുന്നത്. 5 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ്. 5 ലക്ഷം രൂപ പിഴയും. അപ്പൊ ആ നിയമം കൂടെ വന്നു കഴിയുമ്പോൾ ഏതാണ്ടൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളവരെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇതിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും ഇരിക്കാം, ഒന്നുകൂടെ അനാലിസിസിന് വിധേയമാക്കാം.